കാലത്ത് ചൈനയ്ക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി അമേരിക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെയ്ജിംഗിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അമേരിക്കയേക്കാൾ കൂടുതൽ നാശം വിതയ്ക്കാൻ സാധ്യത ജപ്പാനാണ്. അതെ, ഈ വാക്കുകൾ വെറും ഒരു രാഷ്ട്രീയ വിമർശനമല്ല. ഇത് ഏഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി സമവാക്യത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ചൈന പെട്ടെന്ന് ജപ്പാനെ ഇത്ര ശക്തമായിട്ട് വിമർശിക്കുന്നത്? സൗത്ത് ചൈന സീയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഇത് വെറും നയതന്ത്ര തർക്കമാണോ, അല്ലെങ്കിൽ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിന്റെ തുടക്കമാണോ? നോക്കാം. ആദ്യം സൗത്ത് ചൈന സീ എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ് എന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നാണ് സൗത്ത് ചൈന സീ. ഓരോ വർഷവും $1 ട്രില്യൺ വ്യാപാരമാണ് ഈ കടൽ മാർഗം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, മത്സ്യസമ്പത്ത്, കൂടാതെ ഏഷ്യയിലെ പ്രധാന ഷിപ്പിംഗ് റൂട്ട്സ്, ഇതെല്ലാം ഈ മേഖലയെ അതീവ തന്ത്രപ്രധാനമാക്കുന്നു. ഇനി പ്രശ്നം എവിടെയാണ്? ചൈന സൗത്ത് ചൈന സീയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ ചരിത്രപരമായ അവകാശമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ ഇവയും ഈ മേഖലയിലെ ചില ഭാഗങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 2016 അന്താരാഷ്ട്ര മധ്യസ്ഥത ട്രൈബ്യൂണൽ ചൈനയുടെ വ്യാപകമായ അവകാശവാദങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനമില്ല എന്ന് വിധിച്ചിരുന്നു. എന്നാൽ ചൈന ഇന്നും ആ വിധി അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2016 ആ വിധിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ജപ്പാൻ ഉൾപ്പെടെയുള്ള 14 രാജ്യങ്ങൾ വീണ്ടും ആ വിധിയെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അവർ പറഞ്ഞു, അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണം, കടലിലെ തർക്കങ്ങൾ സമാധാനപരമായിട്ട് പരിഹരിക്കണം, ഫ്രീഡം ഓഫ് നാവിഗേഷൻ സംരക്ഷിക്കണം. ഇതോടെയാണ് ബെയ്ജിംഗ് കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത്. ചൈനീസ് വിദഗ്ധരും ഔദ്യോഗിക വൃത്തങ്ങളും പറയുന്നത് ജപ്പാൻ സൗത്ത് ചൈന സീയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നാണ്. ഒരു ചൈനീസ് സമുദ്ര വിശകലന വിദഗ്ധൻ ജപ്പാന്റെ സൈനിക ഇടപെടൽ അമേരിക്കയേക്കാൾ കൂടുതൽ ഡിസ്ട്രക്റ്റീവ് ആകാമെന്ന് അഭിപ്രായപ്പെട്ടു. ഇത് ബെയ്ജിംഗിന്റെ ഔദ്യോഗിക ആശങ്കകളുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചൈനയുടെ ഏറ്റവും വലിയ ആശങ്കയിലേക്ക് വരുമ്പോൾ, വെറും ഒരു പ്രസ്താവനയുടെ പേരിൽ മാത്രമല്ല ചൈന ജപ്പാന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിൽ ശക്തമായ ചില കാരണങ്ങളുണ്ട്. ഈ വർഷം നടന്ന ബാലിക്കാട്ടൻ സൈനിക പരിശീലനത്തിൽ ജപ്പാൻ കാണിച്ച മസിൽ പവർ ചൈനയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നാമതായിട്ട് ആൾബലം. ഈ സൈനിക അഭ്യാസത്തിനായിട്ട് ജപ്പാൻ 1400-ലധികം സൈനികരെയും 3 വമ്പൻ യുദ്ധക്കപ്പലുകളെയും ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയുമാണ് ദക്ഷിണ ചൈന കടലിലേക്ക് അയച്ചത്. രണ്ടാമതായിട്ട് മിസൈൽ പ്രയോഗം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് ജപ്പാൻ തങ്ങളുടെ ടൈപ്പ് 88 സർഫസ് ടു ഷിപ്പ് മിസൈൽ സിസ്റ്റം വിദേശത്ത് വെച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഫിലിപ്പൈൻസ് നാവികസേനയുടെ ഒരു പഴയ കപ്പലിനെയാണ് ഈ മിസൈൽ തകർത്തത്. ഇനി ചൈനീസ് നിരീക്ഷകനായ വുഷി ചുൻ പറയുന്നത് ഇങ്ങനെയാണ്: 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ജപ്പാൻ തങ്ങളുടെ യഥാർത്ഥ സൈനിക ശക്തി പുറത്തെടുക്കുന്നത്. ജപ്പാന്റെ ഈ നീക്കങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കും. ഭാവിയിൽ അമേരിക്കയേക്കാൾ വലിയ പ്രതിസന്ധി ജപ്പാൻ ഇവിടെ സൃഷ്ടിക്കും. കൂടാതെ ഫിലിപ്പൈൻസിലേക്ക് ജപ്പാൻ വലിയ തോതിൽ പ്രതിരോധ ആയുധങ്ങൾ കയറ്റി അയക്കുന്നതും തങ്ങളുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന സെൽഫ് ഡിഫൻസ് എന്ന പരിധി മറികടന്നുള്ള പ്രവർത്തനങ്ങളാണ് എന്നും ചൈന കുറ്റപ്പെടുത്തുന്നു. ജപ്പാന്റെ ഈ ഇടപെടലിനെ നേരിടാൻ ചൈന അവരുടെ പഴയ ചരിത്രമാണ് ആയുധമാക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ചൈനയിലും ദക്ഷിണ ചൈന കടലിലെ ദ്വീപുകളിലും നടത്തിയ അധിനിവേശങ്ങളും ക്രൂരതകളും ചൈന ഓർമ്മിപ്പിക്കുന്നു. പഴയ തെറ്റുകൾക്ക് ഇനിയും കടം വീട്ടാത്ത ജപ്പാൻ ഇപ്പോൾ പുതിയ നിയോ മിലിറ്ററിസം അജണ്ടയുമായിട്ട് വരികയാണ് എന്നാണ് ചൈന ആരോപിക്കുന്നത്. മാത്രമല്ല, ജപ്പാന്റേത് ഇരട്ടത്താപ്പാണ് എന്നും ചൈന ചൂണ്ടിക്കാണിക്കുന്നു. ജപ്പാൻ പസഫിക് സമുദ്രത്തിലെ 10 ചതുരശ്ര മീറ്റർ പോലും ഇല്ലാത്ത 2 ചെറിയ പാറ കഷ്ണങ്ങൾ മാത്രമുള്ള ഒക്കിനോട്ടോറി എന്ന പ്രദേശത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ EEZ അവകാശപ്പെടുമ്പോൾ തങ്ങളുടെ ചരിത്രപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ചൈന ചോദിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജപ്പാൻ ഇതിൽ ഇടപെടുന്നത് എന്ന് നോക്കാം. സൗത്ത് ചൈന സീ ജപ്പാന്റെ പ്രദേശമല്ല, പിന്നെ എന്തിനാ? കാരണം ജപ്പാന്റെ സാമ്പത്തിക സുരക്ഷ ഈ കടൽപാതയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജപ്പാനിലേക്ക് എത്തുന്ന വലിയൊരു വിഹിതം ഊർജവും ചരക്കുകളും ഈ സമുദ്രപാതയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ സ്ഥിരത നിലനിർത്തുന്നത് ജപ്പാന്റെ ദേശീയ താൽപര്യത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം ജപ്പാൻ അമേരിക്കയുമായും ഫിലിപ്പൈൻസുമായും മറ്റ് പങ്കാളികളുമായും സുരക്ഷാ സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തീർന്നില്ല, ചൈനയുടെ മറ്റൊരു പ്രതിഷേധം കൂടിയുണ്ട്. ജപ്പാൻ 13 മറ്റ് രാജ്യങ്ങളോടൊപ്പം 2016 വിധിയെ പിന്തുണച്ചതിനെ തുടർന്ന് ചൈന ജപ്പാന്റെ എൻവോയിനെ വിളിച്ചു വരുത്തി ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി. ജപ്പാൻ പഴയ സൈനിക മനോഭാവത്തിലേക്ക് മടങ്ങുകയാണ് എന്നും ബെയ്ജിംഗ് ആരോപിച്ചു. അതേസമയം ജപ്പാൻ ഈ വിമർശനം തള്ളിക്കളയുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ പിന്തുണയ്ക്കുകയാണ് തങ്ങളുടെ നിലപാടെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇത് വെറും സൗത്ത് ചൈന കടലിലെ പ്രശ്നമല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ മറ്റൊരു വലിയ പശ്ചാത്തലമുണ്ട്. ഈസ്റ്റ് ചൈന സീയിലെ സെൻകാക്കു, ഡിയാവു ദ്വീപുകൾ, തായ്വാൻ, ഇൻഡോ പസഫിക് സ്ട്രാറ്റജി, ഇവയെല്ലാം ചൈന ജപ്പാൻ ബന്ധത്തിൽ ഇതിനകം തന്നെ സംഘർഷം വർദ്ധിപ്പിച്ച വിഷയങ്ങളാണ്. അടുത്തിടെ സെൻകാക്കു ദ്വീപുകൾക്ക് സമീപവും ഇരു രാജ്യങ്ങളും പരസ്പരം നിയമലംഘനം ആരോപിച്ചിരുന്നു.
അതുപോലെ അമേരിക്ക സൗത്ത് ചൈന സീയിൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയാണ്. ജപ്പാനും അമേരിക്കയും സുരക്ഷാ സഹകരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചൈനയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. ബെയ്ജിംഗ് ഇതിനെ എക്സ്റ്റേണൽ ഇന്റർഫിറൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് ഇത് വെറുതെ നാവികസേനയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള തർക്കമല്ല, ഇത് നിയമവിരുദ്ധമായിട്ട് ശക്തിപ്രയോഗം എന്ന ചർച്ചയും അതുപോലെ സ്വതന്ത്ര നാവിക ഗതാഗതം എന്ന ആശയവും പ്രാദേശിക ശക്തി സമത്വവും എല്ലാം ചേർന്നുള്ള വലിയ ജിയോ പൊളിറ്റിക്കൽ മത്സരം കൂടിയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഓരോ പ്രസ്താവനയും ഓരോ സംയുക്ത പ്രസ്താവനയും ആഗോള ശ്രദ്ധ നേടുന്നത്. ഏറ്റവും പുതിയ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരെ ചൈന 2016 ട്രൈബ്യൂണൽ വിധി വീണ്ടും തള്ളിക്കളയുകയാണ്. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സൗത്ത് ചൈന കടൽ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധഭൂമിയായി മാറുകയാണ്. അമേരിക്കയെ മാത്രം പ്രതിരോധിച്ചു നിന്നിരുന്ന ചൈനയ്ക്ക് മുന്നിലേക്ക് ഇപ്പോൾ ജപ്പാൻ ഒരു പുതിയ വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ആയുധം കയ്യിലെടുക്കാനും സഖ്യകക്ഷികളെ സഹായിക്കാനും ജപ്പാൻ ഇനി മടിക്കില്ല എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ദക്ഷിണ ചൈന കടലിലെ പുതിയ നീക്കങ്ങൾ. പഴയ സമാധാനവാദത്തിൽ നിന്നും ജപ്പാൻ പിന്നോട്ട് പോയി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ചൈനയുടെ ആധിപത്യത്തിന് അത് വലിയൊരു തടസ്സമാകുമെന്നതിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ പലപ്പോഴും ഒരു വെടിയൊച്ചയോടെ അല്ല തുടങ്ങുന്നത്, ഒരു പ്രസ്താവനയോടെയാണ്. ഇന്ന് ചൈനയും ജപ്പാനും തമ്മിലുള്ള വാക്കുകളുടെ പോര് നാളെയുടെ നയതന്ത്രത്തിന്റെയും സുരക്ഷാ രാഷ്ട്രീയത്തിന്റെയും ദിശ നിർണ്ണയിക്കും. സൗത്ത് ചൈന സീ ഒരു കടൽ മേഖല മാത്രമല്ല, ലോക വ്യാപാരത്തിന്റെ ഹൃദയവും ഏഷ്യയുടെ സുരക്ഷാ പരീക്ഷണശാലയും വൻ ശക്തികളുടെ മത്സരവേദിയും കൂടിയാണ്. ഇനി ചോദ്യം ഒന്ന് മാത്രം, ഈ മത്സരം നയതന്ത്രത്തിലൂടെ അവസാനിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ സൈനിക നീക്കങ്ങളിലേക്ക് നീങ്ങുമോ? കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.